പി പി ജെയിംസ് ഇന്നിപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം ജോ ബൈഡനെയും കമല ഹാരിസിനെയും അവരെ ഇരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന് വന്നിട്ടുള്ള പാളിച്ചകൾ, വീഴ്ചകൾ, പോരായ്മകളെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അമേരിക്കയുടെ സുവർണയുഗം ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിനും അപ്പുറത്ത് തനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായപ്പോൾ അതിൽ തനിക്ക് അപായം സംഭവിക്കാതെ താൻ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നത് ദൈവം അമേരിക്കയ്ക്ക് വേണ്ടി തന്നെ കാത്തുവെച്ചതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും സുവർണയുഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? ഗോപി, ഇതിൽ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഈ പ്രസംഗത്തിൽ വലിയ എതിരാളികൾക്കെതിരെ വലിയ അറ്റാക്ക് നടത്തും എന്ന് കരുതിയിരുന്നില്ല. പക്ഷേ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനെയും കമല ഹാരിസിനെയും ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, രാജ്യത്തിനകത്തും പുറത്തും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് പോകുന്നത്, ഞാൻ സുവർണ യുഗം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞത് നേരിട്ടല്ലാതെ ഒരുപക്ഷെ ജോ ബൈഡനെയും കമല ഹാരിസിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുക തന്നെയാണ് ട്രംപ് ചെയ്തത്. എന്ന് മാത്രമല്ല, ട്രംപ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നമ്മൾ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് അമേരിക്കൻ മീഡിയ അങ്ങനെ ഒരു പ്രൊജക്ഷൻ വന്നിരുന്നു, അത് തീർച്ചയായിട്ടും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം അനധികൃത കുടിയേറ്റം അനുവദിക്കില്ല. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മേഖലകൾ കറുത്ത വംശജരും ലാറ്റിൻ അമേരിക്കൻസ്, ഏഷ്യൻസൊക്കെ കുടിയേറ്റക്കാരായി വന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബേസ് തകർക്കുന്നു എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുടിയേറ്റത്തിനെതിരെ, അനധികൃത കുടിയേറ്റത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഗോപികൃഷ്ണൻ, ഇവിടെ വന്നിരിക്കുന്നൊരു വലിയ മാറ്റം, അദ്ദേഹം കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ വൈറ്റ് പ്രസിഡന്റ് എന്നാണ് വിളിച്ചത്. അവിടെ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടപ്പോൾ, കറുത്ത വംശജൻ കൊല്ലപ്പെട്ടപ്പോൾ വെളുത്ത വംശജരായ പോലീസ് ഓഫീസർമാർക്ക് വേണ്ടി നിലപാടെടുത്ത ട്രംപ് ഇത്തവണ നിലപാടിൽ അല്പം മാറ്റം വരുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ സഹായിച്ചത് ഹിസ്പാനിക്സ് ആണ്, ലാറ്റിൻ അമേരിക്കൻ വോട്ടർമാരാണ്, എന്നെ സഹായിച്ചത് ബ്ലാക്ക് വോട്ടേഴ്സാണ്. ഏഷ്യൻ വോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ല, കാരണം ഏഷ്യൻ വോട്ടേഴ്സിന്റെ വോട്ട് കൂടുതൽ കിട്ടിയത് കമല ഹാരിസിനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാൾ വെളുത്ത വംശജരുടെ വോട്ടുകൾ ഇത്തവണ ട്രംപിന് കുറവാണ് ലഭിച്ചത്. കമല ഹാരിസിനാണ് കൂടുതൽ വെളുത്ത വംശജരുടെ 3% വോട്ട് കൂടുതൽ ലഭിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ലഭിച്ചുവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 13% ലാറ്റിൻ അമേരിക്കൻ വോട്ടുകൾ കൂടുതലായി ട്രംപിന് കിട്ടി. അപ്പോൾ ട്രംപ് കറുത്ത വംശജരോട്, ലാറ്റിൻ അമേരിക്കക്കാരോട്, ആഫ്രിക്കൻസിനോടൊക്കെയുള്ള നിലപാടുകളിൽ മയപ്പെടുത്തി എന്നുള്ള വലിയൊരു വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ജീവൻ അപകടത്തിലായ കാര്യം അത് വലിയ ഇതായിട്ട് തന്നെയാണ്. ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്, തനിക്കെതിരെ വന്ന അധിക്ഷേപങ്ങൾ, അതുപോലെ പാർലമെന്റ് ആക്രമണം, ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും പറയാതെ ഞാൻ പൊളിറ്റിക്കൽ എതിരാളികൾക്കെതിരെ നിലപാട് സ്വീകരിക്കില്ല, അവർ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിശക്തമായ ഭാഷയിൽ കഴിഞ്ഞ സർക്കാരിനെതിരെ വിമർശനമുയർത്തി. അതുപോലെ തന്നെ ചൊവ്വയിലേക്കുള്ള തൻ്റെ സ്വപ്ന പദ്ധതി, അത് തൻ്റെ മാത്രമല്ല എലോൺ മസ്കിൻ്റെ പദ്ധതിക്ക് വലിയ അംഗീകാരം നൽകിയിരിക്കുന്നു. എന്തായാലും അമേരിക്കയിൽ ചരിത്രത്തിൽ രണ്ടാമതാണ് തോറ്റ പ്രസിഡന്റ് വീണ്ടും ജയിച്ചു വരുന്നത്. 1888 തോറ്റ ഗ്രോവർ ക്ലീവ്ലാൻഡിന് ശേഷം അദ്ദേഹം 1892 വീണ്ടും പ്രസിഡന്റായിട്ട് വന്നു. അപ്പോൾ ഒരു തവണ തോറ്റ് ഈ കോൺസിക്യൂട്ടീവ് അല്ലാതെ, തുടർച്ചയല്ലാതെ 2 തവണ പ്രസിഡന്റായ ഒരാളേ ഉള്ളൂ ഇതിനു മുൻപ്, അത് ഗ്രോവർ ക്ലീവ്ലാൻഡ് ആണ്. ഇത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ട്രംപ് തോറ്റ ശേഷം മധുര പ്രതികാരമായി ക്യാപിറ്റൽ ഹില്ലിൽ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നു. ഗോപികൃഷ്ണൻ. ശരി, പി പി ജെയിംസ് ആണ് നമുക്ക് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ട്രംപ് നടത്തിയ പ്രസംഗത്തെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും വിലയിരുത്തിയത്.